പാതിവില തട്ടിപ്പിലൂടെ താൻ ലക്ഷ്യമിട്ടത് മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പെന്ന പ്രതി അനന്തകൃഷ്ണൻ കുറച്ചുപേർക്ക് സ്കൂട്ടർ നൽകി കൂടുതൽ പേരെ ആകർഷിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുന്നു. ശ്യാം, വിശദാംശങ്ങൾ. SKN പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ കിട്ടിയതിന് പിന്നാലെ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നടത്തിയത് മണി ചെയിൻ മാതൃകയിലുള്ള ഒരു തട്ടിപ്പ് ശ്രമം എന്ന പ്രതി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചത്. കുറച്ചുപേർക്ക് പണം വാങ്ങി ഈ സ്കൂട്ടർ നൽകുമ്പോൾ കൂടുതൽ പേരിലേക്ക് അതിന്റെ പ്രചരണം എത്തുകയും വിശ്വാസ്യത ലഭിക്കുകയുമായിരുന്നു തന്റെ ഉദ്ദേശം. അങ്ങനെയാണ് കൂടുതൽ പേരെ തനിക്ക് ഇതിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. CSR ഫണ്ടായി തനിക്ക് ₹1 പോലും ലഭിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇയാളുടെ അക്കൗണ്ടുകളിലൂടെ ഇന്നലെ നടന്ന 11 അക്കൗണ്ടുകളിലെ 143.5 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. അതിനു പിന്നാലെ മറ്റു ചില അക്കൗണ്ടുകളിലൂടെ നടത്തിയ 545 കോടി രൂപയുടെ ഇടപാടുകളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണമൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനിടയിലാണ് പ്രതി ഈ മണി ചെയിൻ മാതൃകയിലാണ് താൻ ആളുകളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്, അതായിരുന്നു തന്റെ പദ്ധതി എന്ന് മൊഴി നൽകിയിരിക്കുന്നത്. SKN.